ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ മാങ്ങയുടെ സീസണാണ്. അപ്പോൾ മാങ്ങ കുറേ നാൾ കേടുകൂടാതെ എങ്ങനെയാണ് നല്ല ഭംഗിയിൽ ഉപ്പിലിട്ട് വയ്ക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ പൂപ്പൽ വരാതെയൊക്കെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് മാങ്ങയുടെ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ണിമാങ്ങ, നല്ല വ്യൂസ് കിട്ടിയ കുറേ അധികം മാങ്ങ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷനിലും പ്ലേലിസ്റ്റിലൊക്കെ ഉണ്ട്, അത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്യുക. നല്ലപോലെ കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു വെള്ളം വാർന്നു പോകാനായി ഒരു പാത്രത്തിൽ വെക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ മാങ്ങ നമുക്ക് പല രീതിയിൽ ഉപ്പിലിട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ചെറിയ മാങ്ങയായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് കണ്ണിമാങ്ങ. അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ കുറച്ചുകൂടെ വലുതാവുമ്പോൾ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം. അപ്പോൾ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് മാങ്ങ ഉപ്പിലിടുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ ഈ ഉപ്പുമാങ്ങ ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മാങ്ങ നല്ലപോലെ കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു 6 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലിനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു കപ്പ് ഉപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ഉപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നമ്മൾ റെഡിയാക്കിയ ഉപ്പ് വെള്ളത്തിൽ നിന്നും കുറച്ചൊഴിച്ച് ഒന്ന് കഴുകിയെടുത്തു. ഇനി നമുക്ക് മാങ്ങ അതിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തുടച്ച മാങ്ങയായിരിക്കണം, കഴുകി തുടച്ച മാങ്ങ.
അപ്പോൾ നമുക്ക് എത്ര മാങ്ങയുണ്ടോ അതിനനുസരിച്ചുള്ള ബോട്ടിൽ എടുക്കാം. നല്ല വലിയ ഭരണികളൊക്കെ നമുക്കിതിന് വേണ്ടി എടുക്കാം. അപ്പോൾ കുറച്ചേ ഉള്ളെങ്കിൽ ചെറിയ ബോട്ടിൽ എടുത്താൽ മതി. ഇനി അത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് അടച്ച് നമുക്ക് നമ്മുടെ അൽമാരിയിലോ കിച്ചൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ മാറി മാറി വരും. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ഉപ്പിലിട്ട മാങ്ങ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ മാറി നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ അത് ഞാൻ മുൻപ് എടുത്ത ഒരു വീഡിയോയിൽ അതുണ്ട്, അതിവിടെ കാണിക്കാം. ഒരു 10-20 ദിവസമായ മാങ്ങയാണ്. ഇതിപ്പോൾ കുറച്ച് പാകമായിട്ടുണ്ട്. മാങ്ങയൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഈർപ്പമുള്ള സ്പൂണുകളൊന്നും ഇടാൻ പാടില്ല, കൈയിട്ടെടുക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം എപ്പോഴും ഇതിൽ നിറച്ച് വെള്ളം ഇങ്ങനെ കിടക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കുറഞ്ഞു എന്ന് തോന്നിയാൽ നമ്മൾ ഉപ്പ്, കല്ലുപ്പോ മറ്റേ ഉപ്പോ നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളത്തിൽ അലിയിച്ച് ആ വെള്ളം ആറിച്ച് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എപ്പോഴും മാങ്ങ ഉപ്പ് വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ നല്ലപോലെ ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്ന രീതിയിൽ നമ്മൾ നിറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിക്കുള്ള ഉപ്പുവെള്ളം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സീസൺ എത്തുന്നത് വരെ ഈ മാങ്ങ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഈ മാങ്ങ ഉപയോഗിച്ച് നമുക്ക് സാധാരണ നമ്മൾ പച്ച മാങ്ങ കറി വയ്ക്കുന്ന എല്ലാം ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം. വെറുതെ ഇത് കഞ്ഞിയിൽ, പഴം കഞ്ഞിയിലൊക്കെ ഉടച്ച് ചേർത്ത് കുടിക്കാൻ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപയോഗപ്രദമായ വീഡിയോസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.